Good morning guys, it's your cooking Ahmed here. Welcome to another video. Time is around 6:30, not 6:30, correct 6:30. And I'm going for another ride. It's a beautiful Saturday morning. Look at the sky, it's so clear and the weather is so good. കോപ്പാണ്, തണുത്തിട്ട് വയ്യ. രാവിലെ 6:30 ആയെങ്കിലുണ്ടല്ലോ ഫ്രീസറിൽ ഇരിക്കുന്ന പോലത്തെ ഫീലാണ്. ബ്യൂട്ടിഫുൾ വെതർ പോലും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടപർത്തിയിലേക്കാണ്. പുട്ടപർത്തിന്ന് നിങ്ങൾ കേട്ട് കാണും, നമ്മുടെ സായിബാബയുടെ പഴയ സായിബാബയല്ല, Generation 2 Sai Baba. I don't know, people gets offended by saying that. Generation 2 Sai Babയുടെ ആശ്രമമൊക്കെ ഉള്ള സ്ഥലമാണ് ഇത്. നമ്മുടെ സുസ്കർണ വിപ്ലിംഗ. വണ്ടി പൊളിയായിട്ട് ലുക്ക് ആയിട്ടല്ലോ. വാഷ് ചെയ്ത് പോവല്ലേ. സ്വാട്ടിലൊന്ന് നോക്കിയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ വണ്ടി എന്ത് കോമ്പാക്റ്റാണെന്നറിയോ, ഭയങ്കര ക്യൂട്ടായിട്ട് കാണാൻ. പിന്നെ ഡസൻ മീൻ ഇറ്റ്സ് നോട്ട് പവർഫുൾ ഉണ്ടാവുക, നല്ല ടോർക്കൊക്കെ ഉള്ള വണ്ടിയാണ്. KTM-ൻ്റെ എഞ്ചിൻ. യെസ്, KTM-ൻ്റെ ആണ് എഞ്ചിൻ എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പൊന്നു, ഫോഗ് നോക്കിക്കേ. കാണുന്നുണ്ടോ? തണുപ്പ്. ചായ കുടിക്കാൻ നിർത്തിയാണ്. ഒരു നല്ല ചായ കുടിച്ചു. ഒരു 10 minutes ചിറ്റ് ചാറ്റ് ബ്രേക്ക്. സോ ഐ എം ജസ്റ്റ് ഫോളോയിങ് സൈമൺ ഹസ്കി. ഐ വിൽ ഫോളോ ദ ഹസ്കി. ലെറ്റ്സ് ടേൺ ആൻഡ് ബേൺ. You're cruising at a really good speed. Yeah, 115, 120 we're able to cruise. Cool. Kudos to Simon also. ചിക്ബല്ലാപൂർ കഴിഞ്ഞു, ബാഗേപ്പള്ളി അടുത്തത്. ബാഗേപ്പള്ളിയാ തോന്നുന്നുണ്ട്. അതെ, ബാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്തെത്തി. ഇതെന്റെ ഒരു വിശ്വാസം. ഞാനും സൈമനോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി കേട്ടോ. പറഞ്ഞത് കാണുന്നില്ലേ, ഗാർഡൻ. ഇവിടെ എന്താ, കിഡ്സിനുള്ള പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ പാർക്കിംഗ് ഒന്നും ഒരു വിഷയമല്ല, ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഫുഡ് ഓൾസോ വാസ് ഗുഡ്. എടാ 1 hour, അത് 1 hour എന്ന് പറയുമ്പോൾ ഒരു 200 kilometer ആണ് അല്ലേ? നമ്മൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ ക്രൂസ് ചെയ്യുന്നത്. അരമണിക്കൂർ കൊണ്ട് എത്തിക്കാം. നമ്മള് പ്രോപ്പർ ക്രൂസിങ് ആയിട്ട് ചെയ്തിട്ടോ. ഒരു 100 to 120 മിഡില് ത്രൂ ഔട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഒരു 1 hour അല്ലേ, ഓൾമോസ്റ്റ് ഒരു 1 hour നമ്മൾ ആ ഒരു സ്പീഡിൽ ക്രൂസ് ചെയ്ത് തരണ്ടല്ലോ. I'm just following him. അതോ വലിയ ഭഗവൻ ശ്രീ സത്യ സായി ബാബ ഒക്കെ. അപ്പം ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. കാണുന്നില്ലേ? കാണുന്നുണ്ട്. ചോളം ഉണക്കാണ്ടിരിക്കുന്നുണ്ടോ? ഇവിടെ ചോളത്തിൻ്റെ കൃഷി നിറയുണ്ട് തോന്നുന്നു. നോക്കിക്കേ, കോൺ. സായിബാബ ആശ്രമലോ എല്ലാവരിലോ വെൽക്കമിലോ. ആന്ധ്രത്തിലുണ്ട്, കന്നഡ തെലുങ്കിലാണല്ലോ ഉള്ളത്. അതെ, അവിടെ എഴുതിക്കുന്നുണ്ടോ, പുട്ടവർത്തിയിലോ ನಿಮ್ಮ സ്വാഗതം ചെയ്യാലോ. ಹೋಗಲು നീ മുമ്പേ ಹೋಗಲು. ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞു. എനിക്ക് വന്നത് ഇപ്പം നമ്മുടെ പുട്ടവർത്തി സായിബാബ ആശ്രമത്തിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റി അതിനകത്തുള്ള ഏതോ ടൗൺഷിപ്പിലേക്ക് എത്തിയതാണ്. കാറുകാരൊക്കെ ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഉണ്ട്. പോലീസ് എവ്രിവെയർ. ಥ್ಯಾಂಕ್ಸ್ ಅಣ್ಣ, ತುಂಬ ಥ್ಯಾಂಕ್ಸ್. ಎಷ್ಟು ಕೊಡಲಿ ಹೇಳ್ರಿ ಸರ್? ഞങ്ങൾ സംഭവം സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ ഭയങ്കര ക്രൗഡാണ്. പാർക്കിംഗ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഇതൊരു പ്രോപ്പർ ഒരു എന്താ പറയുക,
ഒരു പിൽഗ്രിമേജ് സ്ഥലം പോലെ ഉണ്ട്. ഇത് അമ്പലത്തിലൊക്കെ വന്ന പോലെ. അത് മ്യൂസിയം അല്ലേ? പുറത്തുനിന്നുള്ള സ്ട്രക്ചർ, ഞങ്ങൾ ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചർ കണ്ടിട്ടാണ്, ഒരു മൊണാസ്ട്രി പോലുള്ള സ്ട്രക്ചർ കണ്ടിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പോയി നോക്കട്ടെ എന്തായാലും. സൈമൺ വേണ്ട കൺവേർട്ട് ചെയ്തില്ല. സൈമൺ എൻ്റർ ചെയ്തില്ല കേട്ടോ. സൈമൺ വെയിറ്റഡ് ഔട്ട് സൈഡ്. ഞാൻ മാത്രം പെട്ടെന്ന് എൻ്റർ ചെയ്തിട്ട് ഒരു റിലീജിയസ് പ്ലേസ് പോലെ തോന്നി. എന്റെ നാട്ടുകാർ അറിഞ്ഞാൽ എന്നെ സൈമണെ കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എനിക്ക് അടികൊള്ളാൻ വയ്യാത്തോണ്ട് സോ ഉള്ളിൽ പോയി. ഉള്ളിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അല്ല, അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യിച്ചു ആക്ച്വലി. ഇപ്പം പുറത്തിറങ്ങി ഞങ്ങൾ. ഇത് ഒരു ആശ്രമം പോലെയാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരൻ്റെ മ്യൂസിയം ആണോ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ എന്താ പറയുക ഫിലോസഫീസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് പോലെ തോന്നി. ഇറ്റ് ഇസ് എ ഗുഡ് തിങ് ഫോർ ദ ഡിവോട്ടീസ്. അപ്പം ഞങ്ങളെന്തായാലും ഇവിടെ ഭയങ്കര ക്രൗഡ് ആയതാണ് ഇവിടെ നിൽക്കുന്നില്ല. വി ആർ ട്രൈങ് ടു മൂവ് അവേ ഫ്രം ദിസ് ക്രൗഡ്. അപ്പം എന്തെങ്കിലും ഒന്ന് കുടിച്ച് റിഫ്രഷ് ചെയ്തതിന് ശേഷം അതിനുശേഷം തീരുമാനിക്കണം. ഒരു ഷൂ ഒക്കെ എടുത്തിട്ട്